നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ലോകമെമ്പാടുമുള്ള സൈന്യങ്ങൾ പുതുതലമുറയിലെ ഇന്ത്യൻ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പഠിച്ചു വരികയാണ്. ഇതിൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ ഏറെ നിർണായകമാണ്. ഡ്രോണുകൾക്ക് കൂടുതൽ സമയം ആകാശത്ത് തുടരാനും വളരെ കുറഞ്ഞ ശബ്ദത്തിൽ പ്രവർത്തിക്കാനും പരിപാലന ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യ. യുദ്ധവിമാനങ്ങൾക്കായി സ്വന്തം ജെറ്റ് എഞ്ചിനുകളും ഡ്രോണുകൾക്കായി വിവിധതരം എഞ്ചിനുകളും വികസിപ്പിക്കുന്നതിന് ഇന്ത്യ ഇതിനകം തന്നെ മുന്നേറിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രതിരോധ മന്ത്രാലയം ഇലക്ട്രിക് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം ആരംഭിക്കേണ്ടതുണ്ടെന്ന വിലയിരുത്തലുകൾ ശക്തമാകുകയാണ്. ഭാവിയിലെ നിരീക്ഷണ ഡ്രോണുകൾക്കും ആക്രമണ ഡ്രോണുകൾക്കും കാലക്രമേണ സൈനിക ചരക്ക് വിമാനങ്ങൾക്കും കരുത്ത് പകരാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള രാസപ്രവർത്തനത്തിലൂടെയാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയുടെ പ്രധാന ഉപോൽപ്പന്നം വെള്ളം മാത്രമാണ്. ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾക്ക് സാധാരണയായി പരിമിതമായ സമയം മാത്രമേ വായുവിൽ തുടരാൻ കഴിയൂ. അതിനു പുറമെ ബാറ്ററികൾ വീണ്ടും ചാർജ് ചെയ്യാൻ വലിയ സമയവും ആവശ്യമാണ്. എന്നാൽ ഹൈഡ്രജൻ ഉപയോഗിക്കുന്ന ഡ്രോണുകൾക്ക് കൂടുതൽ സമയം ആകാശത്ത് തുടരാനും വളരെ വേഗത്തിൽ ഇന്ധനം നിറയ്ക്കാനും സാധിക്കും. രഹസ്യ വിവരശേഖരണം, അതിർത്തി നിരീക്ഷണം, കടൽ നിരീക്ഷണം, ആശയവിനിമയ സംവിധാനങ്ങൾ, സൈനിക സന്ദേശങ്ങൾ കൈമാറൽ തുടങ്ങിയ ദൗത്യങ്ങളിൽ കൂടുതൽ സമയം തുടർച്ചയായി പറക്കാനുള്ള ശേഷി വലിയ നേട്ടമാണ്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ അധിഷ്ഠിത സംവിധാനങ്ങളുടെ മറ്റൊരു പ്രധാന നേട്ടം കുറഞ്ഞ ശബ്ദവും കുറഞ്ഞ ചൂട് പുറന്തള്ളലുമാണ്. സാധാരണ ഗ്യാസ് എഞ്ചിനുകളെ അപേക്ഷിച്ച് ഇലക്ട്രിക് മോട്ടോറുകൾ വളരെ കുറച്ച് ശബ്ദം മാത്രമാണ് ഉണ്ടാക്കുക. അതിനാൽ ഹൈഡ്രജൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഡ്രോണുകളെ ശത്രുവിന് തിരിച്ചറിയുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും. ഇവയിൽ നിന്ന് പുറത്തു വരുന്ന ചൂടിൻ്റെ അളവും താരതമ്യേന കുറവാണ്. ഇതോടെ ചൂട് തിരിച്ചറിഞ്ഞ് ലക്ഷ്യം കണ്ടെത്തുന്ന ഹീറ്റ് സീക്കിംഗ് സംവിധാനങ്ങൾക്ക് ഇത്തരം ഡ്രോണുകളെ ട്രാക്ക് ചെയ്യുന്നതും പ്രയാസകരമാകും. ആധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ അത്യാധുനികമാകുന്ന സാഹചര്യത്തിൽ ഈ പ്രത്യേക സൈനിക ദൗത്യങ്ങൾക്ക് നിർണായക നേട്ടമായി ഈ സാങ്കേതികവിദ്യ മാറിയേക്കാം. വരും വർഷങ്ങളിൽ ഇന്ത്യൻ സൈന്യം വിവിധ വലുപ്പത്തിലുള്ള കൂടുതൽ നിരീക്ഷണ ഡ്രോണുകളെ ആശ്രയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിവേഗത്തിൽ പറക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ആകാശത്ത് തുടരുന്നതിന് മുൻഗണന നൽകുന്ന വലിയ പ്രദേശങ്ങളുടെ ദീർഘനേര നിരീക്ഷണത്തിനായിരിക്കും ഇവയിൽ പലതും ഉപയോഗിക്കുക. കൂടുതൽ ഇന്ധനം വഹിക്കുകയോ ഡ്രോണിന്റെ ഭാരം വർദ്ധിപ്പിക്കുകയോ ചെയ്യാതെ തന്നെ ദീർഘനേരം പറക്കാൻ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകൾക്ക് സഹായിക്കാനാകും. അതിർത്തി മേഖലകളിലും കടൽ മേഖലകളിലും തുടർച്ചയായി നിരീക്ഷണം ആവശ്യമായ സാഹചര്യങ്ങളിൽ ഇത് വലിയ മാറ്റം സൃഷ്ടിക്കും. നിരീക്ഷണ ദൗത്യങ്ങൾക്ക് പുറമെ ഭാവിയിലെ ലോജിസ്റ്റിക്സ് ഡ്രോണുകൾക്കും ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടും. വിദൂര അതിർത്തി ഗ്രാമങ്ങളിലേക്കും ദ്വീപുകളിലേക്കും വെടിമരുന്ന്, മരുന്നുകൾ, വൈദ്യസഹായ സാമഗ്രികൾ, ഭക്ഷണം, മറ്റടിയന്തര ഉപകരണങ്ങൾ എന്നിവ എത്തിക്കാൻ ഇത്തരം ഡ്രോണുകൾ കൊണ്ട് കഴിയും. ഭാവിയിൽ ഹൈഡ്രജൻ ഇലക്ട്രിക് എഞ്ചിനുകൾ സൈനിക ചരക്ക് വിമാനങ്ങളിലും ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടേക്കാം. നിലവിൽ വലിയ ചരക്ക് വിമാനങ്ങൾക്ക് പൂർണ്ണമായും കരുത്ത് പകരാൻ ആവശ്യമായ ശേഷിയിലേക്ക് ഈ സാങ്കേതികവിദ്യ വികസിച്ചിട്ടില്ല. എന്നാൽ ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുകളെ പരമ്പരാഗത എഞ്ചിനുകളുമായോ മറ്റു വൈദ്യുത ശക്തി സംവിധാനങ്ങളുമായോ സംയോജിപ്പിക്കുന്ന ഹൈബ്രിഡ് സംവിധാനങ്ങളിൽ ലോകമെമ്പാടുമുള്ള ഗവേഷകർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. വലിയ സൈനിക ചരക്ക് വിമാനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് ചെറിയ ചരക്ക് വിമാനങ്ങൾ, പരിശീലന വിമാനങ്ങൾ, പ്രത്യേക ദൗത്യങ്ങൾക്കായിട്ടുള്ള വിമാനങ്ങൾ എന്നിവയിലായിരിക്കും ഇത്തരം സാങ്കേതിക വിദ്യകൾ ആദ്യം പ്രയോഗിക്കപ്പെടാൻ സാധ്യത. സ്വന്തമായി ഹൈഡ്രജൻ എഞ്ചിൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സ്വയം പര്യാപ്തത കൂടുതൽ ശക്തിപ്പെടുത്തും. ആഗോളതലത്തിൽ ഹൈഡ്രജൻ അധിഷ്ഠിത വ്യോമയാന മേഖല വളരുന്ന സാഹചര്യത്തിൽ നിർണായക സാങ്കേതിക വിദ്യകൾക്കായി മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നതിന് പകരം ഇന്ത്യക്ക് സ്വന്തം സംവിധാനങ്ങൾ വികസിപ്പിക്കാൻ കഴിയും. DRDO, CSIR, നാഷണൽ എയ്റോസ്പേസ് ലബോറട്ടറീസ്, സർവകലാശാലകൾ, സ്വകാര്യ കമ്പനികൾ എന്നിവ സംയുക്തമായി പ്രവർത്തിച്ചാൽ സൈനിക ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്യൂവൽ സെല്ലുകൾ, ഹൈഡ്രജൻ സംഭരണ ടാങ്കുകൾ, പവർ കൺട്രോൾ സംവിധാനങ്ങൾ, ഭാരം കുറഞ്ഞ ഇലക്ട്രിക് മോട്ടോറുകൾ എന്നിവയും വികസിപ്പിക്കാൻ സാധിക്കും. ഹൈഡ്രജന്റെ പ്രധാന ഉൽപ്പാദകരാകുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഇതിനകം നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഈ ദേശീയ പദ്ധതിയുടെ സാധ്യതകൾ സൈനിക ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുന്നത് വലിയ നേട്ടങ്ങൾ കൊണ്ടുവരുമെന്ന് നിസ്സംശയം പറയാം. വിമാനങ്ങൾക്ക് അനുയോജ്യമായ സുരക്ഷിതമായ ഹൈഡ്രജൻ സാങ്കേതികവിദ്യ വികസിപ്പിക്കാൻ പ്രാദേശിക കമ്പനികൾക്കും ഇതിലൂടെ പ്രോത്സാഹനം ലഭിക്കും. സൈനിക മേഖലയിലെ നിക്ഷേപങ്ങൾ പലപ്പോഴും പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനത്തിന് വേഗം കൂട്ടാറുണ്ട്. പിന്നീട് ഇതേ സാങ്കേതിക വിദ്യകൾ വ്യോമയാനം, ഊർജ്ജ സംഭരണം, അത്യാധുനിക വസ്തുക്കളുടെ നിർമ്മാണം തുടങ്ങിയ സിവിലിയൻ മേഖലകളിലും പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹൈഡ്രജൻ എഞ്ചിനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിന് മുമ്പ് നിരവധി സാങ്കേതിക വെല്ലുവിളികൾ കൂടി മറികടക്കേണ്ടതുണ്ട്. വിമാനങ്ങളിൽ ഹൈഡ്രജൻ സുരക്ഷിതമായി സംഭരിക്കുക, ഭാരം കുറഞ്ഞതും ശക്തവുമായ ഇന്ധന ടാങ്കുകൾ വികസിപ്പിക്കുക, കഠിനമായ സൈനിക സാഹചര്യങ്ങളിൽ ഫ്യൂവൽ സെല്ലുകളുടെ ദീർഘകാല ഈടുനിൽപ്പ് ഉറപ്പാക്കുക, ആവശ്യമായ ഇന്ധന നിറക്കൽ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് വലിയ വെല്ലുവിളിയായി മുന്നിൽ നിൽക്കുന്ന കാര്യങ്ങൾ. ഇതിനായി ദീർഘകാല ഗവേഷണവും വലിയ നിക്ഷേപവും ആവശ്യമാണ്. എന്നാൽ ഈ മേഖലകളിൽ സർക്കാർ തുടക്കത്തിൽ തന്നെ പിന്തുണ നൽകുകയാണെങ്കിൽ ഭാവിയിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നിർണായക സാങ്കേതിക വിദ്യകൾ വാങ്ങുന്നതിന് പകരം അവ സ്വയം വികസിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യക്ക് മാറാൻ കഴിയും. യുദ്ധക്കപ്പലുകൾക്കായി സ്വന്തമായി എഞ്ചിനുകളും ഗ്യാസ് ടർബൈനുകളും ഇലക്ട്രിക് സംവിധാനങ്ങളും വികസിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം പ്രതിരോധ മന്ത്രാലയം ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ കാഴ്ചപ്പാട് സൈനിക വിമാനങ്ങൾക്കായിട്ടുള്ള ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലേക്കും വ്യാപിപ്പിക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമാകും. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഗവേഷണങ്ങളിലും പരീക്ഷണ പദ്ധതികളിലും ഇന്ത്യ ഇപ്പോൾ തന്നെ നിക്ഷേപം ആരംഭിച്ചാൽ വരും വർഷങ്ങളിൽ വിദേശ എഞ്ചിനുകളെയും സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പുതുതലമുറ സൈനിക വ്യോമയാനത്തിന് ശക്തമായ അടിത്തറയൊരുക്കാനും രാജ്യത്തിന് കഴിയും.